നമസ്കാരം. നഗരസഭാ ചെയർപേഴ്സൺസ് അവരുടെ വികസന കാഴ്ചപ്പാടുകളും മുന്നോട്ടുള്ള പ്രവർത്തന പദ്ധതികളും പങ്കുവയ്ക്കുന്ന TCVയുടെ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ചാലക്കുടി നഗരസഭാ അധ്യക്ഷ ശ്രീമതി ആലീസ് ഷിബുവാണ്. സ്വാഗതം. ദീർഘനാളത്തെ കൗൺസിലറായിട്ടുള്ള പ്രവർത്തന പരിചയമുണ്ട്. മുൻപ് ഒരു വർഷം നഗരസഭാ ചെയർപേഴ്സണായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. പുതിയ ഈ ദൗത്യത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ സ്വാഗതം ചെയ്യുന്നു. നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസമാണ്. ഈ UDF അധികാരത്തിൽ രണ്ടാം തവണയാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയ്ക്ക് പ്രഥമ വനിത ചെയർപേഴ്സൺ ആയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ മുൻകാല പരിചയവും ഇവിടെയുള്ള എല്ലാവരുടെയും സഹകരണം, ജനപ്രതിനിധികളുടെയും പാർട്ടി സപ്പോർട്ടും പാർട്ടിക്ക് അതീതമായിട്ടുള്ള എല്ലാ സഹോദരങ്ങളും എന്നോട് നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഞാനൊരു കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ കുടുംബശ്രീ എൻ്റെ ഒരു നട്ടെല്ല് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്. 25 വർഷം കൗൺസിലറായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. എന്താണ് ഈ ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേരാനുള്ള ആലീസ് ഷിബുവിൻ്റെ ഒരു മാജിക്ക്? സാധാരണക്കാരായ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ. അവരുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ പങ്കുചേരുക, അവർ പറയുന്ന കാര്യങ്ങൾ നന്നായി കേൾക്കുക, അതാണ് ഞാൻ പ്രാവർത്തികമാക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് ജനപ്രതിനിധികളാണ്. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒരു വനിത ജനപ്രതിനിധികൾക്ക് എപ്പോഴും ഒരു അല്പം കുറവുകളൊക്കെ സംഭവിക്കാം. ആ കുറവ് നികത്താനായിട്ട് കൂടെയുള്ള ആളുകൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഏത് വാർഡ് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാലും അവിടെ ഒരു ടീം ആളുകൾ തന്നെയുണ്ട്. കുടുംബശ്രീയുടെ ആളുകളുണ്ട്, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്. അതുപോലെ തന്നെ യുവജനങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് സമയബന്ധിതമായിട്ട് നമ്മളുടെ ആ കുറവ് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ചെയർപേഴ്സൺ സൂചിപ്പിച്ച പോലെ ശ്രീമതി ആലീസ് ഷിബുവിൻ്റെ ഭർത്താവ് ഷിബു വാലപ്പൻ മുൻപ് ഇവിടെ ചെയർപേഴ്സൺ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം കൗൺസിൽ അംഗമാണ്. അപ്പോൾ കുടുംബത്തിനും അകത്തുനിന്നുള്ളൊരു പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ എത്രത്തോളം ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും വളരെയധികം സപ്പോർട്ടാണ്. അതുകൊണ്ട് മാത്രം തന്നെയാണ് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, ഒരു വനിതയായിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഭർത്താവ് കൂടെയുള്ളപ്പോൾ നമുക്ക് നന്നായി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധ്യമാണ്. നമുക്ക് ഈ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പദ്ധതികൾക്കാണ് ഈ പുതിയ കൗൺസിൽ പ്രഥമ പരിഗണന കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കൗൺസിലിൻ്റെ ഏറ്റവും വലിയൊരു പ്രസ്റ്റീജ് നല്ലൊരു പ്രോജക്റ്റായിരുന്നു സുവർണഗ്രഹം. അത് നമ്മളെ നഗരസഭാ ഫണ്ടെന്നല്ല, തീർച്ചയായിട്ടും നമ്മൾ പുറമേ നിന്ന് പണം കണ്ടുവെച്ച് നമുക്ക് ഒരു 5 വീട് കൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് 1 ഏക്കർ ഭൂമി വീടില്ലാത്തവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് നഗരസഭയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനം നമ്മൾ ഇപ്രാവശ്യം ആദ്യം ചെയ്യും. പിന്നെ പട്ടണത്തിൻ്റെ ഒരു ഗതാഗത കുരുക്ക്, അത് ഇപ്പോൾ കാലഘട്ടം ഓരോ ദിവസം ചെല്ലുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് നഗരസഭയുടെ ഫണ്ട് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അപ്പോൾ പുറമേ നിന്ന് ഫണ്ട് കണ്ടെത്തേണ്ടി വരും. അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളാണ് നഗരസഭ സ്വീകരിക്കുന്നത്? മുഴുവനായിട്ടും നമ്മൾക്ക് പല ഘട്ടങ്ങളിൽ നഗരസഭ ഫണ്ട് എടുത്തിട്ടില്ല. അതായത് നമുക്ക് ലയൺസ് ക്ലബ്ബ് നമ്മളെ സഹായിച്ചു. പിന്നെ ഇവിടെ ചാലക്കുടിയിലുള്ള വ്യാപാരികൾ പല സംഘടനകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഗെയിൽ പൈപ്പിൻ്റെ വാതക പൈപ്പ് ലൈൻ അവർ 30 ലക്ഷം രൂപ തന്നു. അങ്ങനെ സമാഹരിച്ചിട്ടാണ് നമുക്ക് 5 വീട് പണിത് കൊടുക്കാനായിട്ട് സാധിച്ചത്. അവിടെയും ഭൂമി നമുക്ക് ആ 5 വീട്ടുകാർക്ക് ഫ്രീ നമുക്ക് പോട്ടയിലുള്ള ടോണി പുല്ലൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് തന്നു. അപ്പോൾ ആ 5 വീട് അവിടെ നമ്മളവരെ താമസിപ്പിച്ചു. നല്ല സുഖമായിട്ട് അവർ ജീവിക്കുന്നു. ഒപ്പം ഇവർ താമസിച്ച ഭാഗം ട്രാംവേയാണ്, ചാലക്കുടിയുടെ ഏറ്റവും ചരിത്രം ഉറങ്ങുന്ന ട്രാംവേ. അത് നമുക്ക് നല്ല രീതിയിലുള്ള വഴി നന്നാക്കാനായിട്ട് ഇപ്പോൾ പാച്ചിങ് വർക്കാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി തുടർന്ന് അത് നല്ല നാഷണൽ ഹൈവേ പോലെ നല്ല ഒരു റോഡാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ 2 വികസനമായി, അവർക്കൊരു സ്വന്തമായി വീട് വന്നു, ഇതേ റോഡ് നന്നാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത് ഒരു പുതിയ പദ്ധതിയിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. ചാലക്കുടിയെ സംബന്ധിച്ച് ഗതാഗതക്കുരുക്ക് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് നഗരസഭ? ഇപ്പം നമ്മൾ വന്നതിന് ശേഷം ഇപ്പോൾ പല സംഘടനകൾ SEMS കോളേജിൻ്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർമൽ സ്കൂള്, അങ്ങനെ വിവിധ സംഘടനകളും സ്കൂളുകളും ഇതിനെപ്പറ്റി
പഠിച്ച് നമ്മൾക്ക് ഒരു റിപ്പോർട്ടുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം നമ്മൾക്ക് ഈ മീറ്റിംഗ് വെക്കാനായിട്ട്. ഗതാഗത ട്രാൻസ്പോർട്ട് കമ്മിറ്റി റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മീറ്റിംഗ് വെക്കണം. അപ്പോൾ അതിനുള്ള നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ അടിപ്പാത വന്നു. അടിപ്പാത കുറച്ച് വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഈ അടിപ്പാത കിട്ടിയത്. ബഹുമാനപ്പെട്ട MLA വളരെ സനീഷ് കുമാർ ജോസഫ് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ആളുടെ ഒരു പ്രയത്നം. അതുകൊണ്ട് തന്നെയാണ് ആ അടിപ്പാത പണിയാൻ നമുക്ക് സാധിച്ചത്. ആ പഴയൊരു മോഡലായതുകൊണ്ട് അവിടെ കുറച്ച് ട്രാഫിക് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം നമ്മൾ KICB, ഇറിഗേഷൻ വകുപ്പ്, സിവിൽ സ്റ്റേഷൻ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അത് കഴിഞ്ഞ കൗൺസിലിൽ ഇരുന്ന ചെയർമാന്മാരും കൗൺസിലും അതുമായി ബന്ധപ്പെട്ടുള്ള ബെൽമൗത്ത് ശരിയാക്കുന്നതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ബെൽമൗത്ത് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഗതാഗതക്കുരുക്ക് ഒഴിവാകും ഒരു പരിധിവരെ. തീർച്ചയായിട്ടും ട്രാംവേ ലൈനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു ഹൈലൈറ്റ് ഏരിയ. അവിടെ നമ്മൾ കഴിഞ്ഞ കൗൺസിലിൽ നമുക്ക് 64 സെൻറ്റ് സ്ഥലം കിട്ടി. ഈ മുനിസിപ്പൽ RS റോഡ്, റെയിൽവേ സ്റ്റേഷൻ റോഡിന് പാരലായിട്ട് നമുക്കൊരു ബൈപ്പാസ് റോഡ് നിർമ്മിക്കാനുള്ള ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചു. അപ്പോൾ സ്വകാര്യ വ്യക്തികൾ നമുക്ക് 64 സെൻറ്റ് സ്ഥലം തന്നു. നേരെ ട്രാംവേയിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക്. അപ്പം നമുക്ക് ആ ഒരു റോഡ് യാഥാർത്ഥ്യമായാൽ, അത് ഈ കഴിഞ്ഞ കൗൺസിലിൻ്റെ ഒരു പ്രസ്റ്റീജായിരുന്നു. പക്ഷെ നമുക്ക് ഈ വയൽ തടത്തിക്കൂടെ പോകുമ്പോൾ അതിൻ്റെ ഉള്ള എല്ലാ പേപ്പറുകളും ഭൂമി തരമാറ്റി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് 1.5 വർഷം എടുത്തു. അതാണ് കുറച്ച് കാലതാമസം വന്നത്. അതിനുള്ള എല്ലാ ഫണ്ടും റെഡി ആയിട്ടുണ്ട്. ടെൻഡർ നടപടികൾ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു റോഡ് വന്നാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പറ്റും. ഏതൊരു നഗരത്തെ സംബന്ധിച്ചും ഏറ്റവും വലിയൊരു തലവേദന ഈ മാലിന്യ നിർമ്മാർജ്ജനമാണ്. ഈ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് എന്തൊക്കെ നൂതന പദ്ധതികൾ നഗരസഭാ ഭരണം ആവിഷ്കരിക്കുന്നുണ്ട്? കേരളത്തിൽ എല്ലാ നഗരസഭകൾക്കും മാതൃകയായിട്ടുള്ള ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് ചാലക്കുടിയിലാണ്. ചാലക്കുടി ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് മറ്റ് നഗരസഭകളിലേക്ക് ഇത് വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അഭിമാനത്തോടു കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ ഏകദേശം 52-55 ഹരിതകർമ്മസേനാംഗങ്ങൾ നമുക്കുണ്ട്. അവരുടെ RRF MCF നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് സ്ലോട്ടർ ഹൗസിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഉണ്ടെങ്കിലും നമ്മൾ ആ ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആധുനിക മാർക്കറ്റ് ബഹുമാനപ്പെട്ട MLA അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ ആ പണി പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഒരു പരിധി വരെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തീർക്കും. അപ്പോൾ ചാലക്കുടി എന്നും സ്വച്ഛ സർവേഷൻ മുഖാന്തരം പിന്നെ ജൈവ മാലിന്യങ്ങൾ ചാലക്കുടിയിലെ ഒരുപാട് കഴിഞ്ഞ കാലങ്ങളിൽ 5 വർഷവും നഗരസഭയുടെ പദ്ധതി വെച്ച് തുക വെച്ച് നന്നായിട്ട് ആളുകൾക്ക് ഈ ഉപകരണങ്ങൾ ഒരുവിധം വീടുകളിലേക്ക് നമുക്ക് എത്തിച്ചിട്ടുണ്ട്. പോരായ്മയുള്ളത് ഈ വരുന്ന സമയങ്ങളിൽ പദ്ധതിയിൽ വെച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ സ്ത്രീ ശാക്തീകരണ രംഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ചെയർപേഴ്സൺ തന്നെ CDSൻ്റെ ചെയർപേഴ്സണായിട്ടാണ് നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. എന്തൊക്കെ നൂതന പദ്ധതികൾ വനിതകൾക്ക് വേണ്ടി നഗരസഭ ആവിഷ്കരിക്കുന്നുണ്ട്? ഈ കഴിഞ്ഞ 5 വർഷം നമ്മൾക്ക് വനിതകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്നും ആ പദ്ധതികൾ ഇങ്ങനെ സ്പില്ലോവറായി പോകാറാണ് പതിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന സബ്സിഡി തുകയ്ക്ക് മറ്റു സ്ഥാപനങ്ങൾ ലോൺ തരാറില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടിയിൽ നമ്മെ സഹായിക്കുന്ന നമ്മളെ കോപ്പറേറ്റീവ് ബാങ്ക് തന്നെ ഈ വ്യക്തികൾക്ക് ആവശ്യമായ ലോൺ തരാമെന്ന് വാക്ക് പറയുകയും ഈ 5 വ്യവസായ യൂണിറ്റുകൾ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് ഈ പദ്ധതിയിലൂടെ സാധിച്ചു. ഈ വർഷം ഓൺഗോയിങ് പ്രോഗ്രാമാണ്. ഏകദേശം ഒരു 2 യൂണിറ്റും കൂടി നമുക്ക് ആരംഭിക്കാം. അതിലേക്കുപരി കുടുംബശ്രീ സംവിധാനത്തിലൂടെ ഒരുപാട് നമുക്ക് പല കാറ്റഗറിയിലാണ്, അത് എണ്ണിയാൽ പറഞ്ഞാൽ തീരില്ല, അത്രമേൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ യൂണിറ്റുകളിലൂടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് സ്വന്തമായിട്ട് വ്യക്തികൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും കൂട്ടായിട്ട് യൂണിറ്റ് ഉണ്ടാക്കുകയും അതനുസരിച്ച് ഒരു ജീവിതം തന്നെ ഒരുപാട് നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോകാനായിട്ട് ഈ സ്ത്രീ ശാക്തീകരണത്തിൽ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ ഒരു പ്രസ്ഥാനം
ഒരു 20 പേരടങ്ങുന്ന ഒരു കുടുംബശ്രീയിൽ അംഗങ്ങളായ ആളുകൾക്ക് പല സംവിധാനങ്ങളാണ് ചെയ്തത്. ആ ഒരു കൊടുക്കുന്ന ഫണ്ട് അവർ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായാലും അവരുടെ സാമൂഹ്യപരമായ മാറ്റം, നമ്മളുടെ തൊഴിൽപരമായ മാറ്റം ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്ത്രീ മുന്നേറ്റം ഈ കഴിഞ്ഞ 5 വർഷമല്ല, കുറച്ച് നാളുകളായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ആരോഗ്യരംഗത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രി ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നടന്നു വരുന്നുണ്ട്. നഗരസഭയ്ക്ക് പുതിയതായി എന്തൊക്കെ പദ്ധതികൾ മനസ്സിലുണ്ട്? ചാലക്കുടി താലൂക്ക് ആശുപത്രി കേരളത്തിലെ ഇന്ത്യയിലെ നമ്പർ 1 ആശുപത്രിയാണ്. അപ്പോൾ ദേശീയ അംഗീകാരം കിട്ടിയ ഒരു ഹോസ്പിറ്റലാണ് ചാലക്കുടി താലൂക്ക്. ആ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് എങ്ങുമില്ലാത്ത രീതിയിലുള്ള ഓക്സിജൻ പ്ലാന്റ് അടക്കം MP-യുടെ നേതൃത്വത്തിൽ, MLA-യുടെ നേതൃത്വത്തിൽ എല്ലാ സംവിധാനങ്ങളും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള അവിടുത്തെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് താലൂക്ക് സൂപ്രണ്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ചും കൂടി സ്റ്റാഫിൻ്റെ എണ്ണം കിട്ടിയാൽ നമുക്ക് കുറേയും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബേൺസ് യൂണിറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങളായി വരുന്നുള്ളൂ. നമുക്ക് നാഷണൽ ഹൈവേ അടുത്തായതുകൊണ്ട് ട്രോമ കെയറിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ കാഷ്വാലിറ്റി ഓപ്പൺ ചെയ്തെങ്കിൽ സാധാരണ രീതിയിലുള്ള കാഷ്വാലിറ്റി തന്നെയാണ്. പക്ഷേ ട്രോമ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ട് നമുക്കതിൻ്റെ സ്റ്റാഫാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു രീതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ വരുന്ന രോഗികളെ പരിചരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ നമ്മളുടെ NQSുമായി ബന്ധപ്പെട്ടും കായകൽപ്പവുമായി ബന്ധപ്പെട്ട് 1 മാർക്കിനാണ് നമ്മൾ പോയത്. അപ്പോൾ ഇനി അടുത്ത് തന്നെ ഇതിൻ്റെ ഇൻസ്പെക്ഷനാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നമ്പർ 1 ആകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. ഓക്കെ. വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പ്രശസ്ത സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് ചാലക്കുടി. വിദ്യാഭ്യാസ രംഗത്ത് നഗരസഭയ്ക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. സ്കൂളുകളിലെ പശ്ചാത്തല സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടാവും. എന്തൊക്കെ ക്രിയാത്മക പദ്ധതികൾ നഗരസഭാ തലത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്? കഴിഞ്ഞ 5 വർഷമായിട്ട് ബഹുമാനപ്പെട്ട MLA, അതായത് നമുക്ക് ധാരാളം ഫണ്ടുകൾ നമുക്ക് നഗരസഭയ്ക്ക് MLA-യുടെ MP-യുടെയും ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലിപ്പം നമുക്ക് നേരെ അറിയാം, നേരെ കാണുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻപത്തെ MLA-യുടെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളും ബോയ്സ് 5 തൊട്ട് 10 വരെയുള്ള ഹൈസ്കൂൾ വിഭാഗവും പണിതു. VHSക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ കൗൺസിലിൽ ബഹുമാനപ്പെട്ട MLA സനീഷ് കുമാർ ജോസഫ് കെട്ടിടം തന്നു. അതുപോലെ തന്നെ വിജയരാഘപുരം ഏകദേശം പട്ടികജാതി കോളനി ഞാൻ പ്രദാനം ചെയ്യുന്ന എൻ്റെ വാർഡിൽ 3 കോടി രൂപയോളം 3 നില കെട്ടിടം നമുക്ക് കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് പുതിയ കെട്ടിടം പണിയാനായിട്ട് സാധിച്ചു. അപ്പോൾ കെട്ടിടങ്ങളുടെ സർക്കാർ സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങൾ ഒരു പരിധിവരെ നന്നാക്കാനായിട്ട് കഴിഞ്ഞ കൗൺസിലിൻ്റെ സമയത്ത് സാധിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ അനുബന്ധമായിട്ടുള്ള ഓഫീസ് സംവിധാനങ്ങൾ, കുട്ടികളുടെ സ്പോർട്സ്, കായിക അധ്യാപകർ മിക്ക സ്കൂളുകളിലില്ല. അപ്പോൾ കായിക അധ്യാപകനെ നമ്മൾ നഗരസഭ നേരിട്ട് വെച്ചിരിക്കുകയാണ്. അവർക്കുള്ള ശമ്പളം നഗരസഭയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിങ്, അത് നഗരസഭയുടെ ഒരു നൂതന പ്രോജക്റ്റാണ്. അത് കായികപരമാണെങ്കിൽ പോലും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് 3 വർഷത്തേക്കാണ് ഒരു ബാച്ചിനെ തിരഞ്ഞെടുക്കുന്നത്. അത് നേരത്തെ തുടങ്ങിയതാണ് കേട്ടോ, വർഷങ്ങൾ കുറച്ച് ഇങ്ങോട്ടായതാണ്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്കൂളിനും അവരുടെ പോഷണ പരിപാടികൾ, അതായത് ടോയ്ലറ്റുകളാവട്ടെ, കുടിവെള്ള സൗകര്യങ്ങളാകട്ടെ, അങ്ങനെ അവർക്ക് വേണ്ടതായിട്ടുള്ള ഫണ്ടിനനുസരിച്ച്, ഇനി ഫണ്ടില്ലെങ്കിൽ പോലും നമ്മൾ മറ്റു സംഘടനകളുടെയോ സുമനസ്സുകളുടെയോ സഹായങ്ങൾ എല്ലാ സ്കൂളിനും ലഭ്യമാക്കുന്ന. ഇനി ഇതിന് ഒരു സഹായം എന്ന് പറയുന്നത് നമുക്ക് ഒരു 30 ലക്ഷം രൂപയോളം നമ്മൾ SSA ഫണ്ട് നമ്മൾ SSK BRCക്ക് കൊടുക്കുന്നുണ്ട്. ആ ഫണ്ടിൻ്റെ ഒരു ആനുപാതികമായിട്ട് നമ്മുടെ ഈ സർക്കാർ സ്കൂളിനും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളിനും ആവശ്യമായ കാര്യങ്ങൾ BRC തലത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചാലക്കുടിയെ സംബന്ധിച്ച് കലാഭവൻ മണിയുടെ സ്മരണകൾ ഒരുപാട് ഇരമ്പുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്മാരകത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ എവിടെ വരെയായി? നഗരസഭ എല്ലാ പേപ്പറുകളും കൊടുത്തിട്ടുണ്ട്. ഇനി അത് മുകൾ തട്ടിലാണ് ആ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്.
ആദ്യത്തെ 20 സെൻറ്റ് സ്ഥലം കൊടുക്കാൻ പറഞ്ഞു, അത് കൊടുത്തു. പിന്നീട് 15 സെൻറ്റ് ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും. ഇനി നഗരസഭയുടെ മുമ്പിൽ അങ്ങനെ നഗരസഭയ്ക്കായിട്ട് ഒരു കെട്ടിടം പണിയാനായിട്ട് ഒരു പേപ്പർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സംവിധാനം ഇല്ല. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം അത് മുകളിലുള്ളവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷമില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും എന്തായാലും ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ നഗരസഭയെ ഭരണത്തെ വിമർശിച്ച് രംഗത്തുള്ളപ്പോൾ അവരുടെ വിമർശനങ്ങളൊക്കെ എത്രത്തോളം ഉൾക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്? വിമർശനങ്ങളെ ഞാൻ ഉൾക്കൊള്ളാണ്. അതിൽ നല്ല കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന സേവനങ്ങൾ സമയബന്ധിതമായി ചെയ്യാനായിട്ട്, അതൊക്കെ ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ അതിലുണ്ടെങ്കിൽ അത് ചെയ്യണത് നമ്മളുടെ പ്രവർത്തനം കൂടുതൽ മികവുണ്ടാക്കുന്നു ആണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പ്രദാനം ചെയ്ത എൻ്റെ വാർഡുകളിൽ ഏതൊരു വാർഡിലും ഇല്ലാത്ത രീതിയിൽ, ഇപ്പോഴല്ല കഴിഞ്ഞ കാലങ്ങളിൽ നല്ല ശക്തമായ പ്രതിപക്ഷം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും ഒന്നും ആവട്ടെ എന്ന് അങ്ങനെ കരുതാൻ പറ്റില്ല. നല്ല ശക്തമായിട്ടുള്ള നല്ല പ്രതിപക്ഷം ഉണ്ടെങ്കിൽ നമ്മളത് ഉണർന്നിരുന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വിമർശനമാണെങ്കിൽ ആ വിമർശനം അതനുസരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കും. പ്രതിപക്ഷത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതാണ് തീർച്ചയായിട്ടും. അങ്ങനെ എല്ലാവിധ ക്രിയാത്മക നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് നഗരസഭയെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.